വലിയ പ്രതീക്ഷകളോടെ ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ നട്ടം തിരിയുകയാണ്. നിർമ്മാണം നടത്തിയ കിറ്റ്കോയുടെ കെടുകാര്യസ്ഥത മൂലം വർഷങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടത്തിന് അഗ്നിരക്ഷാസേനയുടെ അനുമതി ലഭിച്ചിട്ടില്ല. റോഷി അഗസ്റ്റിൻ യു.ഡി.എഫ് MLA ആയിരുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ ഈ മെഡിക്കൽ കോളേജ് അനുവദിക്കുക. അങ്ങേരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. എന്നാൽ അങ്ങേര് അതിനുശേഷം ഓരോ ദിവസവും ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കക്കൂസ് തൊട്ട് ഇവിടെ സർവ്വത്രയും ഉദ്ഘാടനം ചെയ്യും. പക്ഷേ മനുഷ്യന് രോഗികൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഏതൊരുവിധ സൗകര്യങ്ങളും ഇടയില്ല. മലയോര ജനതയുടെ ചിരകാല സ്വപ്നമാണ് ഇതാ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഇടുക്കി മെഡിക്കൽ കോളേജ്. പക്ഷേ എന്തു പ്രയോജനം? ഇപ്പോഴും ഒരു വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ ഇടുക്കിയിലെ ഓരോ ജനതയും കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഒരു PHCയിൽ നിന്ന് കിട്ടുന്ന ഒരു ചികിത്സാ സഹായം പോലും ഈ മെഡിക്കൽ കോളേജിൽ ഇടുക്കിയിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്ന്, നെഫ്രോളജി ഡോക്ടർ ഇല്ലാതെ ഡയാലിസിസ് നടത്തുന്ന ഏക മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജായിരിക്കും. പിന്നെ മരുന്നുകൾ, ഒരു മരുന്നുമില്ല. ഏത് രോഗി വന്നാലും അപ്പോൾ തന്നെ പാരസെറ്റമോൾ അങ്ങനെയുള്ള ചെറിയ മരുന്നുകൾ എഴുതുന്നു. അത് കഴിഞ്ഞേച്ച് റെഫർ ചെയ്യുന്ന ഒരു റെഫറൽ ഹോസ്പിറ്റലായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറി. മെഡിക്കൽ കോളേജ് പോലെയൊരു സ്ഥാപനത്തിന് കെട്ടിടം പണിയുമ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ട് വേണ്ടത്, അതായത് ഒരു അത്യാഹിതമോ ഒരു അപകടമോ ഉണ്ടായാൽ അഗ്നിരക്ഷാ സേനയുടെ വാഹനം കടന്നു ചെല്ലുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു വശമാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ പിൻവശം. ഈ ഇരുവശങ്ങളിലേക്കും അഗ്നിരക്ഷാ സേനയുടെ വാഹനം കടന്നു ചെല്ലുന്നത് പോട്ടെ, ഈ അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥർക്ക് എത്തി ഒരു അപകടമോ അത്യാഹിതമോ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് തന്നെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കെട്ടിടത്തിന് ഇതുവരെയായിട്ടും അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുള്ള പെർമിഷൻ ലഭിക്കാത്തത്. ഈ ഫണ്ട് PWDക്ക് കൊടുക്കാതെ ഇത് മറ്റൊരു ഏതോ ഒരു കമ്പനിക്ക് കൊടുത്ത് ആ കമ്പനി അഴിമതി നടത്തി ഇവിടെ അശാസ്ത്രീയമായ ഡിസൈൻ ചെയ്ത് ഈ കെട്ടിടം പണിയിച്ച് ഇവിടെ പ്രവർത്തന രഹിതമായി ഇരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ ഫയർ സേഫ്റ്റി, അതായത് ആ വണ്ടികളൊന്നും ഇവിടെ കയറാൻ പറ്റാത്ത കാരണം കൊണ്ട് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. ഒരു മാസക്കാലം മുമ്പാണ് ഈ ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഡ്രൈനേജ് സംവിധാനം തകരാറിലായതിനെ തുടർന്ന് വലിയ വാർത്തകളുണ്ടായത്. അതായത് ഡ്രൈനേജ് സംവിധാനം തകർന്ന് മലിനജലം റോഡിലൂടെ ഒഴുകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇപ്പോഴും ഈ ഡ്രൈനേജ് സംവിധാനത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഈ കാണുന്ന ഒരു ബോർഡ് ഉണ്ടായാൽ മാത്രം മെഡിക്കൽ കോളേജ് ആവില്ല. ഫലപ്രദമായ ചികിത്സയും അടിസ്ഥാന സൗകര്യങ്ങളും നൽകാൻ കഴിയണം. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.